ജോലി ചെയ്യുന്ന കാർത്തിക് എന്ന് പറയുന്ന ആളാണ്. കാർത്തിക് എപ്പിടി നല്ല ഇരിക്കാ അതാല പണ്ണ് അല്ലോ തിരിച്ചുണ്ടോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കാരൻ സുധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കരിങ്കല്ല് കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. മഹാബലിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ ഒരു ചേട്ടൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇതുണ്ടോ, മാത്രമല്ല ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചേട്ടനെ പരിചയപ്പെടാണ്ട് വാ, നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നിങ്ങൾ പേരെന്താ? അതെ, ഇവിടെ ഇത് നമ്മുടെ സർവണേട്ടാണ്. സർവണേട്ടാ മലയാളം അറിയുള്ളൂ, നിങ്ങൾ തമിഴല്ലേ? കുറച്ച് അറിയോ, പറഞ്ഞ മനസ്സിലല്ലേ? അപ്പോൾ ഇവർ എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ട് തമിഴ്നാടോടാണ്. എന്തായാലും നമുക്ക് കുറച്ച് ചോദിക്കാം. വീട് എവിടെയാണ്? ഇവിടെ തന്നെ. മഹാബലിപുരത്തിന്റെ പ്രത്യേകത എന്താ? ഇവിടുത്തെ ഐതിഹ്യം എന്താ? ഐതിഹ്യം மகாபாரத கதை இருக்கும். பெரிய வெண்ணை, அப்புறம் அர்ஜுன தபசு, அஞ்சிராதம் சொல்லிட்டு ஒரு இன்னொரு இது, அதெல்லாம் உள்ள போனீங்கன்னா பார்க்கலாம். ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ഇതെല്ലാം നിങ്ങൾ നിങ്ങൾ വീട് വിടാണോ? ഇവിടെ അവിടെ നിൽക്കാം. എവിടെ? ഇതാ ഇവിടെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ ശില്പങ്ങൾ. ഇതൊക്കെ നമ്മുടെ സർവനാട്ടൻ്റെ കഴിവാണ്. ഹലോ ചേട്ടാ, നമസ്കാരം, വണക്കം. ഇത് കാഞ്ചീപുരം. അവിടുന്ന് കൊണ്ടുവരാണ്. അവിടുന്ന് കൊണ്ടുവന്ന് നമ്മൾ ഇവിടുന്ന് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. എന്നാൽ താങ്ക് യു, വളരെ സന്തോഷം. ഇത് എന്താണ് ഇതിന്റെ പേര്? ഫൗണ്ടർ അല്ലേ? ഓക്കെ, ഈ ഫൗണ്ടർ ഇവര് ചെയ്യാണ്, കണ്ടില്ലേ? ഓക്കെ, ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ വെള്ളം സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല നല്ല രീതിയിലാണ് ശില്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുണ്ടോ ചീങ്കണ്ണിയുടെ ഇതിന്റെ കല്ലില്ലേ, ഈ കല്ല് എവിടുന്നാ കൊണ്ടുവരുന്നത്? കാഞ്ചീപുരത്ത് കൊണ്ടുവരും. വലിയ ലോറിയിലാക്കി കൊണ്ടുവരും. അവിടുന്ന് വലിയ ലോറിയിലാക്കി കൊണ്ടുവരും അല്ലേ? ഓക്കെ, എന്നിട്ടാണ് നമ്മൾ അത് ജോലി ചെയ്യാം. നിങ്ങൾ എത്ര വർഷമായി ജോലി ചെയ്യുന്നത്? 10 years. ആദ്യമേ ഈ ജോലി തന്നെയാണ് ചെയ്തത്. ഓക്കെ, ഗുഡ്. പറഞ്ഞു തന്നതിന് വളരെ സന്തോഷം. താങ്ക് യു. ബൈ 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 ബൈ. നമ്മൾ പോട്ടെ. താങ്ക് യു. ബൈ 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 ബൈ. ബുദ്ധൻ്റെ ഒക്കെ ഉണ്ട് കാലുകൾ. ഈ ശില്പത്തിൻ്റെ പ്രത്യേകത കണ്ടോ, ഭയങ്കര ഫിനിഷിങ് ആയിട്ടുള്ളൊരു ശില്പമാണ്. കണ്ടോ, ആനേൻ്റെ ശില്പങ്ങൾ, ഗണപതി, ഇതെല്ലാം ഒറ്റക്കല്ലിലാണ് ഈ ശില്പങ്ങളൊക്കെ ഉള്ളത്. ആനക്കൊമ്പ്, ജോലി ചെയ്യുന്ന കാർത്തിക് എന്ന് പറയുന്ന ആളാണ്. കാർത്തിക് എപ്പിടി നല്ല ഇരിക്കാ അതാല പണ്ണ് അല്ലോ തിരിച്ചുണ്ടോ. ഇങ്ങനെയാണ് അങ്ങനെ ഫിനിഷ് ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ. നേരത്തെ കാണിച്ച വിഗ്രഹത്തിൻ്റെ ഒരു സാധനമാണ്. കാർത്തിക്
ടാറ്റാ ബൈ ബൈ. ഇവിടെ വിഗ്രഹങ്ങൾ മാർക്ക് ചെയ്ത ഒരാൾക്കാണ്ട് എന്താ മാർക്ക് ചെയ്തിട്ടാണ് അവർ കല്ല് കുത്തുക. ഇവിടെയൊക്കെ അവരതുപോലെ മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ചെല്ലേ എന്നാ സാർ നയം എന്നാ എന്തി ഓക്കെ പെണ്ണുകൊണ്ട് മാർക്ക് ചെയ്തിട്ടാണ് അവർ ശില്പങ്ങളാക്കുന്നത്. ഓക്കെ ചേട്ടാ. അപ്പോൾ നമ്മുടെ ചങ്ങായിമാരെ പോണ്ടിച്ചേരിയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള യാത്രയായിരുന്നു. മഹാബലിപുരം എന്ന ഗ്രാമത്തിൽ കൂടിയായിരുന്നു നമ്മൾ യാത്ര ചെയ്തത്. അപ്പോഴാണ് ശില്പങ്ങളുണ്ടാക്കുന്ന ഈ ഗ്രാമത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞത്. എന്തായാലും അവിടെ ഇറങ്ങി ഈ വീഡിയോ എടുത്തു, എല്ലാവരും പരിചയപ്പെട്ടു. എന്നാലും പ്രിയപ്പെട്ടവരെ, ഈ ശില്പങ്ങളുണ്ടാക്കുന്ന കലാകാരന്മാരെയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.